ടിബറ്റിന്റെ സമാധാനപരമായ വിമോചനത്തിനായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും ടിബറ്റിലെ പ്രാദേശിക സർക്കാരും തമ്മിലുള്ള സുപ്രധാന 17 പോയിന്റ് കരാറിൽ ഒപ്പുവെച്ചതിന്റെ 72ാം വാർഷികമായിരുന്നു മെയ് 23. 1951 മെയ് 23-ന് ചൈന അന്നത്തെ ടിബറ്റൻ സർക്കാരിനെ നിർബന്ധിച്ച് 17 പോയിന്റ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ഈ സംഭവം നമ്മുടെ ചരിത്ര പുസ്തകത്താളുകളിൽ കറുത്ത ദിനമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. ടിബറ്റിന്റെ മതം, സംസ്കാരം, ഐഡന്റിറ്റി എന്നിവ ആചരിക്കുന്നതിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ആപേക്ഷിക സ്വയംഭരണാധികാരം ടിബറ്റിന് നിലനിൽക്കുമെന്ന് ഈ കരാർ കണക്കാക്കുന്നു. എന്നിരുന്നാലും യഥാർത്ഥത്തിൽ ടിബറ്റിനെ പിടിച്ചടക്കിയത് മുതൽ ടിബറ്റിലെ ചൈനീസ് നയങ്ങൾക്ക് ടിബറ്റിന്റെ പരമാധികാരത്തെ പരിഗണിക്കാതെയും ബഹുമാനിക്കാതെയും ഭൂമിയെയും അവിടുത്തെ ജനങ്ങളെയും മുഖ്യധാരാ ചൈനയിലേക്ക് സാംശീകരിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ സ്വയം സേവിക്കുന്ന ഒരു അജണ്ടയുണ്ട്. ചരിത്രപരമായി ടിബറ്റ് ഒരു പരമാധികാര രാഷ്ട്രമാണ്. അതേസമയം മംഗോളിയൻ, നേപ്പാളി, ചൈനീസ്, ബ്രിട്ടീഷുകാർ എന്നിവർ വിവിധ കാലഘട്ടങ്ങളിൽ ടിബറ്റിന് മേൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ പ്രയോഗിച്ചിരുന്നു. ടിബറ്റ് എല്ലായ്പ്പോഴും ചൈനയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന ഒരു കരാറിൽ ടിബറ്റിന് ഏർപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം.